നമസ്കാരം. ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. രാവണപ്രഭു എന്ന മോഹൻലാലിന്റെ ഏറ്റവും വലിയ മെഗാ ഹിറ്റ് ചിത്രം ഇതിനോടകം റിലീസ് പ്രഖ്യാപിക്കപ്പെട്ടു. റിലീസ് ചെയ്തു കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ഫാൻ ഷോ ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ബുക്കിംഗ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കിങ് സൈസ് തിയേറ്ററുകളിൽ 1130 സീറ്റുകളുള്ള എറണാകുളം കവിതാ തിയേറ്ററുകൾ ഇതിനോടകം തന്നെ 4 ഷോകളും ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു. 747 സീറ്റുള്ള തൃശൂർ രാഗവും ഹൗസ്ഫുൾ ആയിരിക്കുന്നു. 735 സീറ്റുകളുള്ള കോട്ടയം അഭിലാഷ്, 700 സീറ്റുകളുള്ള തിരുവനന്തപുരം ഏരിസ് പ്ലക്സ്, 702 സീറ്റുകളുള്ള കോഴിക്കോട് കൈരളി. ഈ തിയേറ്ററുകളിൽ ഇതിനോടകം തന്നെ രാവണപ്രഭു എന്ന റിലീസ് ചിത്രം ഹൗസ്ഫുൾ ആയി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന് പുറത്തും പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലും വലിയ രീതിയിലാണ് ഈ ചിത്രത്തിന് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1053 സീറ്റുകളുള്ള ബംഗളൂരു ലക്ഷ്മി തിയേറ്റർ ഇതിനോടകം ഫുൾ ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ബംഗളൂരുവിലെ ശ്രീനിവാസ തിയേറ്റർ 774 സീറ്റുള്ള ഒരു തിയേറ്ററാണിത്. ഇവിടെ ഓൾമോസ്റ്റ് ഒരു ഷോ ഫുള്ളായി കഴിഞ്ഞു. രണ്ടാമത്തെ ഷോ ഏകദേശം 95% ഒക്യുപ്പൻസി ഇപ്പോൾ തന്നെ നിലവിൽ വന്നിരിക്കുന്നു. മാത്രമല്ല കോഴിക്കോട് ARC, എറണാകുളം വനിത, മാധുര്യ, ഹൈദരാബാദ് ഇനോക്സ്, GSM ഇങ്ങനെയുള്ള നിരവധി മീഡിയം സ്മോൾ തിയേറ്ററുകളും ഇതിനോടകം ഹൗസ്ഫുൾ ആയി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ചോട്ടാ മുംബൈ പോലെ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ വരുന്ന ഹിറ്റ് രാവണപ്രഭുവിന് സൃഷ്ടിക്കാൻ കഴിയും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും 2 ദിവസത്തോ 3 ദിവസത്തെയൊക്കെ ഷെഡ്യൂളിൽ മാത്രമേ ഈ ചിത്രം വർക്ക് ചെയ്യുള്ളൂ. എങ്കിലും ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 1.5 കോടി രൂപ 2 കോടി രൂപ റേഞ്ചിലാണ്. അങ്ങനെ ആകുമ്പോൾ തന്നെ ഈ ചിത്രം വലിയ രീതിയിൽ പ്രോഫിറ്റ് ആവും റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ നിന്ന്. മറ്റൊരു വിശേഷമുള്ളത് മോഹൻലാൽ, ഓസ്റ്റിൻ ഡാൻ തോമസ്, ആഷിഖ് ഉസ്മാൻ ടീമിന്റെ ഏറ്റവും പുതിയ ചിത്രം L365 ഡിസംബർ 5, 2025 മുതൽ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. വലിയ രീതിയിലാണ് പ്രേക്ഷകർ, പ്രത്യേകിച്ച് ഫാൻസുകാർ ഈ ചിത്രത്തെ കാത്തിരിക്കുന്നത്. വലിയ പ്രതീക്ഷയുമുണ്ട് ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രത്തിൽ. കുറെ കാലങ്ങൾക്ക് ശേഷം പോലീസ് വേഷത്തിൽ വരുന്നത് തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഏകദേശം 3 മാസത്തോളം, അതായത് 85-90 ദിവസത്തോളം ഇതിന്റെ ഷൂട്ടിംഗ് ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിച്ചത്. പ്രധാന ലൊക്കേഷനുകളായി വരുന്നത് മോഹൻലാലിന്റെ സ്ഥിരം ലൊക്കേഷനായ തൊടുപുഴ, അതുപോലെ തന്നെ മറ്റൊരു ലൊക്കേഷൻ വരുന്നത് മുംബൈ, അതുപോലെ തന്നെ ശബരിമല. ഇങ്ങനെ ഈ 3 സ്ഥലങ്ങളാണ് പ്രധാന ലൊക്കേഷനുകൾ. മോഹൻലാൽ ഈ ചിത്രത്തിൽ ക്ലീൻ ഷേവ് ചെയ്ത പോലീസുകാരനായിട്ടാണ് എത്തുന്നത് എന്നാണ് സോഴ്സിൽ നിന്ന് അറിയാൻ സാധിച്ചത്. എന്തായാലും അതൊരു വെറൈറ്റി ലുക്ക് തന്നെ ആയിരിക്കും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന് ഇതുവരെ ഔദ്യോഗികമായി ഒരു പേര് നൽകിയിട്ടില്ല. എങ്കിൽ പോലും 2 പേരുകളാണ് നിലവിൽ ഉള്ളത് എന്നും അത് ഏതാണെന്ന് കൺഫേം ആയിട്ടില്ല എന്നതാണ് നിലവിലുള്ള വിവരം. എന്തായാലും വലിയ രീതിയിലാണ് ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. വലിയ വിജയമാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് കരുതാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു സിനിമാ വിശേഷമായി ഒട്ടും വൈകാതെ തന്നെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.